ഈ സിദ്ധരാമയ്യയുടെ അല്പത്തുണ്ടല്ലോ, ഈ അല്പത്വം കേരളത്തിനെതിരായ കടന്നാക്രമണമാണ്. കേരളത്തെ ഒറ്റുകൊടുക്കുകയാണ്. സിദ്ധരാമയ്യ എന്ന് പറയുന്ന വഞ്ചകൻ കേരളത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഇന്നുണ്ടാക്കിയ രാഷ്ട്രീയമായ എന്റെ നിലപാട് നിലപാടൊന്നും വേണ്ട. ഞാൻ നിങ്ങൾ ഈ കേരളത്തെ സഹായിക്കാൻ ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ വിളിച്ചത് നിങ്ങൾ ഇന്ന് പറയുന്നില്ലേ ബാലകളുടെ കൂടെ ബാലകളുടെ കൂടെ ഡൽഹിയിൽ പോയിട്ട് RSSന്റെ ഭീഷണിക്ക് വഴങ്ങി ഓടി ഒളിച്ചപ്പോൾ കർണാടകയിൽ മംഗലാപുരത്ത് ഞാൻ സംരക്ഷണം തരാം, നിങ്ങൾ സംഘപരിവാരത്തിനെതിരെ സംസാരിച്ചാൽ ഞാൻ സംരക്ഷണം തരാം എന്ന് പറഞ്ഞ് വിളിത്തിരുത്തി പ്രസംഗിപ്പിച്ചവരാണ് സിദ്ധരാമയ്യ. നാണംകെട്ട വർത്തമാനം. നിങ്ങൾ പ്രളയത്തിന്റെ പേരിൽ കൈയിട്ട് വാരി തിന്നു. ഇന്ന് വയനാട് ആവശ്യം പുറത്തുനിന്ന് സഹായം വരരുത്. പുറത്തുനിന്ന് സഹായം വരാതെ അവിടെ ഈ പ്രവർത്തനം നടത്തി കോടികളായി കള്ളത്തരം കാണിക്കണം. പാവപ്പെട്ട മനുഷ്യരുടെ ദുരന്തത്തെ ആഘോഷിക്കപ്പെടുന്ന നീചരായ പിണറായി വിജയൻ അല്ലെ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയാ ഞങ്ങൾ 100 വീട് കൊടുക്കാം, ട്വീറ്റ് ചെയ്തു. മാനവും മര്യാദയുണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട്? കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് നേരിട്ട് കത്തയക്കണം ഇല്ലേ? എന്നിട്ട് സ്ഥലം ഏറ്റെടുത്തു. ഏത് സ്ഥലം? കേസിൽ കിടക്കുന്ന സ്ഥലം ഏറ്റെടുത്തു. പാവപ്പെട്ട മനുഷ്യരെ വെച്ച് കള്ളത്തരം കാണിക്കാൻ അഴിമതിക്കാരനായ നീചനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലേ? നിങ്ങൾക്ക് എന്നിട്ട് സിദ്ധരാമയ്യ തെറി പറയണം അല്ലേ? നാണമുണ്ടോ നിങ്ങൾക്ക്? ഈ സംസ്ഥാനത്തെ ജനങ്ങളെ സഹായിക്കാൻ നിങ്ങൾ പോയി കാല് പിടിച്ചിട്ടല്ലോ. അവിടെ നിന്ന് പറഞ്ഞല്ലേ 100 വീട് ഞങ്ങൾ പണിതു തരാം. എന്നിട്ട് അവരേക്ക് ഷാനി പ്രശ്നം അറിയോ? സിദ്ധരാമയ്യ വിചാരിച്ചു ഈ ഒരു നാട് മുഴുവൻ ദുരിതത്തിലായപ്പോ അതിനെ രക്ഷപ്പെടുത്താൻ ആത്മാർത്ഥമുള്ള സർക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചു. 3 മാസം 4 മാസം കഴിഞ്ഞു. അവർക്ക് സ്ഥലമെടുത്തു കൊടുക്കാൻ തയ്യാറാത്ത നീചനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ പണം മുടക്കി മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തെ അപമാനിക്കുക. ഏത് സിദ്ധരാമയ്യ അവിടെ പോയിട്ട് അയാളുടെ സംരക്ഷണം നിന്നിട്ടാണ് വലിയ തീർമാനം പിടിച്ചത്. RSSന്റെ തീണ്മകരവിധ വർഗീയവാദി പിണറായി വിജയൻ അല്ലെ? ആ മംഗലാപുരത്ത് പ്രസംഗിച്ചത് സിദ്ധരാമയ്യയുടെ സുരക്ഷയിലാണ്. എന്നിട്ട് അയാൾ നിങ്ങൾക്ക് നാണം കെട്ടവനാണല്ലേ? അയാൾക്ക് നിങ്ങൾക്ക് വർഗവഞ്ചകനാണല്ലേ? വർഗവഞ്ചകൻ പിണറായി വിജയൻ.